നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാലിന്യ സംസ്കരണ ബോധവൽക്കരണവുമായി പ്രേംദീപ് ജ്വല്ലറി. ചെർപ്പുളശ്ശേരി റോഡ് കീഴൂർ വരെ 23-ന് കരാർ കമ്പനിക്ക് കൈമാറും. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് ദേശീയ സംഗീതോത്സവം നവംബർ 8 മുതൽ 12 വരെ ചാത്തപുരം മണി അയ്യർ റോഡിൽ നടക്കും. മേഴ്സി കോളേജ് സ്ത്രീ ശക്തിയുടെ പ്രതീകമാണെന്ന് മന്ത്രി ജോർജ് കുര്യൻ. വാർത്തകൾ വിശദമായി. പ്രേംദീപ് ജ്വല്ലറിയും ഫ്രാപ്പും ചേർന്ന് മാലിന്യ സംസ്കരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രേംദീപ് ജ്വല്ലറിയും ഫ്രാപ്പും സംയോജിച്ച് മാലിന്യ സംസ്കരണ ബോധവൽക്കരണ ക്ലാസ് പ്രേംദീപ് ജ്വല്ലറിയിൽ വെച്ച് നടത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ഏറ്റവും വലിയ അസോസിയേഷന്റെ ഒരു സംഘടിത രൂപമാണ് ഫ്രാപ്പ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒന്നാമത്തെ നിരയിൽ ഫ്രാപ്പ് നിൽക്കുന്നു, രണ്ടാമത്തെ നിരയിൽ വിവിധ റെസ്റ്റോറൻറ്റുകൾ നിൽക്കുന്നു, മൂന്നാമത്തെ നിലയിൽ ജനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റൂട്ടിലാണ് ഇത് പദ്ധതി പ്ലാൻ ചെയ്തിട്ട് ഇതിന്റെ ആശയം ആരുടെ തന്നെ നിരന്തരം വളരെ കൃത്യമായിട്ട് പ്ലാനിങ് നടന്നിട്ടുണ്ട്. ഈ പ്ലാനിങ്ങിന്റെ 50% വിജയിച്ചു കഴിഞ്ഞാൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സർക്കാർ ഉദ്ദേശിച്ചത് തന്നെയാണ് വികേന്ദ്രീകൃതമായിട്ടുള്ള ബോധവൽക്കരണങ്ങളും അധികാരങ്ങളും നൽകിക്കൊണ്ട് നാടിനെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രത്യേകത. മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്മിതേഷ് വിശദീകരിച്ചു. 100ഓളം റെസിഡൻഷ്യൽ കോളനിയുടെ ഭാരവാഹികൾ പങ്കെടുത്ത പരിപാടിയിൽ മുഖ്യ രക്ഷാധികാരി KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രേംദീപ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഹീം ഒലവക്കോട് പദ്ധതി വിശദീകരിച്ചു. ഫ്രാപ്പ് സെക്രട്ടറി VKR പ്രസാദ് സ്വാഗതം പറഞ്ഞു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. സുഭാഷ്, സ്വാമിനാഥ്, ദിവാകരൻ, രവീന്ദ്രൻ, സുനിൽ, CSCVL സൊസൈറ്റി പാലക്കാട് ജനറൽ സെക്രട്ടറി യാസിർ ഒലവക്കോട്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് അസൻ മുഹമ്മദ് ഹാജി എന്നിവർ മാലിന്യ സംസ്കരണ പ്രവർത്തന മേഖല ശക്തമാക്കാൻ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചവർ വിശദീകരിച്ചു. ചെർപ്പുളശ്ശേരി റോഡ് നിർമ്മാണത്തിൽ ഒറ്റപ്പാലം മുതൽ കീഴൂർ വരെയുള്ള 11 കിലോമീറ്റർ 23-ന് കരാർ കമ്പനിക്ക് കൈമാറുമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അധികൃതർ. ഒറ്റപ്പാലത്ത് നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇത് അറിയിച്ചത്. കീഴൂർ മുതൽ ചെർപ്പുളശ്ശേരി വരെയുള്ള നിർമ്മാണം 1ാം ഘട്ട ടാറിംഗ് പൂർത്തിയായ ശേഷം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപന പ്രവൃത്തി പൂർത്തിയാവാത്തതിനാലാണ് നീളുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അവർക്ക് താല്പര്യമുള്ളത് മാത്രം ഈ സർവേ നമ്പർ പെട്ടത് പോലും പലരും കൊടുത്തു. ഇതിനെ താല്പര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. വരോട് അനങ്ങൻമലയിലെ വിവാദ കരിങ്കൽ ക്വാറി വിഷയം വീണ്ടും താലൂക്ക് വികസന സമിതിയിൽ ചർച്ചാ വിഷയമായി. ഒറ്റപ്പാലം നഗരസഭ നൽകാൻ നിർദ്ദേശിച്ച റിപ്പോർട്ട് വൈകുന്നതായിരുന്നു ചർച്ചയ്ക്ക് കാരണമായത്. അതിനിടെ റവന്യൂ വിഭാഗം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് കൈമാറിയതായി തഹസിൽദാർ അറിയിച്ചു. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ മാസം ABC കേന്ദ്രത്തിൽ പിടികൂടിയ 120 തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് പ്രതിനിധി അറിയിച്ചു. ലക്കിടിയിൽ നിന്ന് 56, ഷൊർണൂരിൽ നിന്ന് 44, ഒറ്റപ്പാലത്ത് നിന്ന് 20 എന്ന ക്രമത്തിലാണ് നായ്ക്കളെ വന്ധ്യംകരിച്ചതെന്നും അവർ അറിയിച്ചു. ഭക്ഷ്യവിഭവങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായും നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. പക്ഷേ പാക്കറ്റ് സാധനങ്ങൾക്ക് മാത്രമേ നിയമപ്രകാരം നടപടിയെടുക്കാൻ കഴിയൂ എന്ന് അളവ് തൂക്ക വകുപ്പ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പോലീസ് വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഹാജരല്ലാത്തതിനാൽ ചർച്ച ഉണ്ടായില്ല. ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ K ജാനകി ദേവി അധ്യക്ഷയായിരുന്നു. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവം നവംബർ 8 മുതൽ 12 വരെ ചാത്തപുരം മണി അയ്യർ റോഡിൽ തയ്യാറാക്കുന്ന വേദിയിൽ നടക്കും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെ സഹകരണത്തോടെയുള്ള സംഗീതോത്സവ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. നവംബർ 13, 14, 15 തീയതികളിലായാണ് കൽപ്പാത്തി രഥോത്സവം. ഹരിതചട്ടം പാലിച്ചാകണം സംഗീതോത്സവം എന്ന യോഗത്തിൽ അധ്യക്ഷയായ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ ചെയർമാനായും PN സുബ്ബരാമൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയിൽ മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MB രാജേഷ് MP, MLA മാർ, ജില്ലാ പഞ്ചായത്ത്, പാലക്കാട് നഗരസഭാ അധ്യക്ഷ, നഗരസഭാ ഉപാധ്യക്ഷൻ, കൽപ്പാത്തി പ്രദേശ ജനപ്രതിനിധികൾ എന്നിവർ രക്ഷാധികാരികളാണ്. മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി. യോഗത്തിൽ ADM K മണികണ്ഠൻ, RDO S ശ്രീജിത്ത്, DTPC സെക്രട്ടറി ഡോക്ടർ SV സിൽബർട്ട് ജോസ് ഉൾപ്പെടെ പങ്കെടുത്തു. സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ് മേഴ്സി കോളേജ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ.
കോളേജിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PT ഉഷ, MD വത്സമ്മ, മേഴ്സിക്കുട്ടൻ തുടങ്ങി ലോക കായിക ഭൂപടത്തിൽ പേരെഴുതി ചേർത്ത താരങ്ങളെ സമ്മാനിക്കുവാൻ മേഴ്സി കോളേജിന് കഴിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലരും പെൺകുട്ടികളോട് PT ഉഷയെ പോലെ ഓടണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മേഴ്സിയിലെ വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ കേന്ദ്രമാണ് കത്തോലിക്ക സഭയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി സാമ്പത്തിക ശാക്തീകരണം കുടുംബങ്ങളിൽ സൃഷ്ടിക്കുവാൻ സഭ പ്രത്യേകം ശ്രദ്ധിച്ചു. നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് പാലക്കാട് മേഴ്സി കോളേജ്. അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരം സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന CMC സിസ്റ്റേഴ്സ് ആണ് 1964 കോളേജ് സ്ഥാപിച്ചത്. എവിടെ പള്ളിയുണ്ടോ അവിടെ പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മിഷണറിമാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചപ്പോൾ മലയാളം, സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച് മാതൃഭാഷയുടെ വിദ്യാഭ്യാസം നടത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു. മേഴ്സി കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മധ്യവയസ്സിലെത്തുമ്പോഴേക്കും ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും 2047 ഇന്ത്യ വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ അധ്യക്ഷത വഹിച്ചു. 60 വർഷം കൊണ്ട് കേരളത്തിനകത്തും പുറത്തും ഉന്നതമായ പല സ്ഥാനങ്ങളിലും എത്താൻ മേഴ്സി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞതാണ് കോളേജിന്റെ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കുവാൻ മേഴ്സി കോളേജിന് കഴിയുന്നത് അഭിനന്ദനാർഹമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി പറഞ്ഞു. ആത്മീയതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സ്ഥാപനമാണിതെന്നും ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളിൽ പഠിച്ചയാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. ജെയ് ക്രിസ്റ്റോ പ്രോവിൻസ് മാനേജർ ഡോക്ടർ സിസ്റ്റർ ലിയോണി ജൂബിലി പ്രോജക്ട് പ്രകാശനം ചെയ്തു. കോളേജിലെ 4 വിദ്യാർത്ഥികൾക്ക് ഭവന പുനർനിർമ്മാണ ഫണ്ട് വജ്ര ജൂബിലിയുടെ ഭാഗമായി നൽകി. അട്ടപ്പാടി സെന്റ് പീറ്റർ ആശുപത്രി, പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ അടിയന്തര ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. PTA, പൂർവ്വ അധ്യാപകരുടെ സംഘടന, കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ധനസമാഹരണം നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സിസ്റ്റർ TF ജോറി, ആലുവ CMC ജനറൽ കൺവീനർ സിസ്റ്റർ റോഷ്ലിൻ, മേഴ്സി കോളേജ് ലോക്കൽ മാനേജർ യൂഷ്മ, PTA വൈസ് പ്രസിഡന്റ് V ഭവജൻ, ഡോക്ടർ സിസ്റ്റർ MNM ലൗലി, കോളേജ് ചാപ്ലിയൻ ഫാദർ ജോഷി പുലിക്കോട്ടിൽ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീന P കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ രേഖ വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ്. ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്ത തുടരുന്നു. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് 1770 വനിതാ സമാജം അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഴവിൽ വർണ്ണങ്ങൾ എന്ന പേരിൽ മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിക്കുമെന്ന് താലൂക്ക് നായർ വനിതാ പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 1770 എന്നുള്ളത് മറികടന്നു. തീർച്ചയായും വേണം, കാരണം ഈ 70ാം വാർഷികമല്ലേ. സപ്തവർണ്ണങ്ങളാണ്, അതിന്റെ കൂടെ 0-70 ശരിയല്ലേ? എത്ര 100 വിട്ടുകൊടുക്കില്ലെന്ന് പറയണത് 100 ആക്കി. ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെ പോലെ തെറ്റിച്ചുകൊണ്ട് ഏതാണ്ട് 1000-ൽ താഴെ പേര് മാത്രമേ ഉണ്ടാകുള്ളൂ. വനിതാ യൂണിയൻ പ്രസിഡന്റ് J ബേബി ശ്രീകല, സെക്രട്ടറി അനിത ശങ്കർ, ഖജാൻജി വത്സല ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് V നളിനി, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സുധാ വിജയകുമാർ, വിജയകുമാരി വാസുദേവൻ, വത്സല പ്രഭാകർ, രാജേശ്വരി, സതി, മധു, സുനിത ശിവദാസ്, യൂണിയൻ ഭാരവാഹികളായ R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, K ശിവാനന്ദൻ, C കരുണാകരൻ ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ മടച്ചിപ്പാടം അംഗൻവാടി കെട്ടിടത്തിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ആദ്യത്തെ ആവശ്യം ഈ മടച്ചിപ്പാടത്തെ അംഗനവാടിക്കായിട്ടുള്ള സ്ഥലം
കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ സ്ഥലം ഗിരീഷ് സംഘടിപ്പിച്ചാൽ അവിടെ അംഗനവാടി നിർമ്മിക്കാനുള്ള തുക MP ഫണ്ടിൽ നിന്നും ഞാൻ വാങ്ങിത്തരാം. ഗിരീഷിന്റെ നിരന്തരമായിട്ടുള്ള പ്രയത്ന ഫലമായിട്ട് ഗാഷ സ്റ്റീലിന്റെ സഹായത്തോടുകൂടി അംഗനവാടിക്ക് സ്ഥലമായി 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള അംഗനവാടി കെട്ടിടം, മാതൃകാ അംഗനവാടിയാണ് അല്ലെ ഗിരീഷ്, സാധാരണ അംഗനവാടിയല്ല, മാതൃകാ അംഗനവാടി കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. രാജ്യസഭാ MP PT ഉഷയുടെ വികസന ഫണ്ടിൽ നിന്നാണ് 20 ലക്ഷം രൂപ അനുവദിച്ചത്. പഞ്ചായത്ത് അംഗം K ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് മുൻ നഗരസഭാ ചെയർമാൻ C കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ V സന്തോഷ്, C അനിത, A സുബ്രഹ്മണ്യൻ, S സുധീഷ് കുമാർ, ICDS സൂപ്പർവൈസർ മഹേശ്വരി, ഗാഷ സ്റ്റീൽ മാനേജർ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ ദേവകി സ്വാഗതവും കമ്മിറ്റി അംഗം പ്രദീപ് നന്ദിയും പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതീകാത്മക പ്രതിഷേധം വ്യത്യസ്തവും ശ്രദ്ധേയവുമായി. 1 വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന ആശുപത്രി ക്യാന്റീൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആശുപത്രിയിൽ പ്രതീകാത്മക ക്യാന്റീൻ തുറന്നു. ചായ, ബൺ, ബിസ്ക്കറ്റ്, മുറുക്ക്, മിഠായികൾ തുടങ്ങിയവ ആശുപത്രി ഗേറ്റിന് സമീപം സ്ഥാപിച്ച് പ്രതീകാത്മക ക്യാന്റീനിൽ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തിയായിരുന്നു വേറിട്ട പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതാക്കൾ DCC ജനറൽ സെക്രട്ടറിയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗവുമായ സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ P മായ, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് എന്നിവർ സംസാരിച്ചു. ആശുപത്രി വികസന സമിതി അംഗങ്ങൾ, കൌൺസിലർമാർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഉച്ചതിരിഞ്ഞ് ആരംഭിച്ച ക്യാന്റീൻ 2 മണിക്കൂറോളം നീണ്ടുനിന്നു. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യത്തിൽ DRM അരുൺ ചൌധരിയുമായി BJP മലമ്പുഴ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തി. DRM ചർച്ചയിൽ DRM ഉറപ്പു നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മലമ്പുഴ മണ്ഡലം പ്രസിഡന്റും വാർഡ് മെമ്പറുമായ G സുജിത്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ സുരേഷ് വർമ്മ, സുധീർ KA, അജയ് KK, ഗീത, ഭാരവാഹികളായ വിവേക്, രാമചന്ദ്രൻ, രാജകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്ത തുടരുന്നു. ഒറ്റപ്പാലത്തിനും മാന്നന്നൂരിനും ഇടയിൽ പാലം പുനഃപ്രവൃത്തി നടക്കുന്നതിനാൽ 8-ന് ട്രെയിൻ സർവീസുകളുടെ സമയങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ 6-ന് പുറപ്പെടേണ്ട വണ്ടി നമ്പർ 13352 ആലപ്പുഴ നിന്നും ധൻബാദിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിൻ 2 മണിക്കൂർ 45 മിനിറ്റ് വൈകിയാവും സർവീസ് നടത്തുക. രാവിലെ 7:15-ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടേണ്ട വണ്ടി നമ്പർ 18190 എറണാകുളം ജംഗ്ഷനിൽ നിന്നും ടാറ്റ നഗറിലേക്കുള്ള എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി രാവിലെ 9:30-ന് പുറപ്പെടൂ എന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വലിയ പാട്ടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചന നടത്തി. നവരാത്രി ആഘോഷ പരിപാടികളുടെ ഭാഗമായി വലിയ പാടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സംഗീതാർച്ചന നടന്നു.
പയ്യന്നൂർ രാമചന്ദ്രൻ, മാളവിക കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് സംഗീതാർച്ചന നടത്തി. മൃദംഗം പാലക്കാട് നവനീത കൃഷ്ണൻ, വയലിൻ സുശീല സ്വാമിനാഥൻ. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക്, ചെട്ടിനാട്, ടെമ്പിൾ, ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫോർഡ് വാക്കേഴ്സ് ക്ലബ്ബ് തുക കൈമാറി. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ഫോർഡ് വാക്കേഴ്സ് ക്ലബ്ബ് സ്വരൂപിച്ച തുകയുടെ ചെക്ക് ജില്ലാ കളക്ടർ ചിത്രയ്ക്ക് കൈമാറി. ഫോർഡ് വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. ജില്ലാ എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി, എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവ ചേർന്ന് കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കഥാകൃത്ത് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് MN സുരേഷ് ബാബു അധ്യക്ഷനായി. സ്വർലയ സെക്രട്ടറി TR അജയൻ മുഖ്യാതിഥിയായി. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ M രാകേഷ്, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ M ഹരിദാസൻ, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി R മോഹൻകുമാർ, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KR അജിത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TB ഉഷ, സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VP മഹേഷ്, എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K ജഗ്ജിത്ത്, ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N സന്തോഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യ സംസ്കരണ ബോധവൽക്കരണവുമായി പ്രേംദീപ് ജ്വല്ലറി. ചെർപ്പുളശ്ശേരി റോഡ് കീഴൂർ വരെ 23-ന് കരാർ കമ്പനിക്ക് കൈമാറും. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് ദേശീയ സംഗീതോത്സവം നവംബർ 8 മുതൽ 12 വരെ ചാത്തപ്പുരം മണി അയ്യർ റോഡിൽ നടക്കും. മേഴ്സി കോളേജ് സ്ത്രീ ശക്തിയുടെ പ്രതീകമാണെന്ന് മന്ത്രി ജോർജ് കുര്യൻ. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.